ഒരു 8:50 8:55 ആകുമ്പോൾ ഞാൻ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു, ഈശ്വര പ്രാർത്ഥന തുടങ്ങും. അപ്പോഴാണ് രസകരമായ ഒരു കാര്യം കാണുന്നത്. പിള്ളേരെല്ലാം കറക്റ്റ് ടൈമിലാണല്ലോ ക്ലാസ്സിലോട്ട് ഓടി കയറി ചെല്ലുന്നത്. അപ്പോൾ ഈ പണ്ട് ഞങ്ങളൊക്കെ കളിച്ചിരുന്ന ലണ്ടൻ സ്റ്റാച്ചു എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ ലണ്ടൻ സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ട് അവിടെ നിൽക്കണം, അനങ്ങാൻ പാടില്ല. ഈശ്വര പ്രാർത്ഥനയുടെ ബെല്ലടിക്കുന്ന ടൈമിൽ ഇതാണ് കാണുന്നത്. എല്ലാവരും ഈ കളി കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ എവിടെ നിൽക്കുന്നോ അവിടെ സ്റ്റാച്ചു പോലെയാണ് പിന്നെ നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് മുമ്പോട്ടും ഇല്ല പിമ്പോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളെന്തിനേയും വെയിൽ കൊണ്ട് നിൽക്കുന്നത്, നിങ്ങൾ നടക്കൂ. അല്ല സാർ, ഈശ്വര പ്രാർത്ഥന അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ഉണ്ടാവുള്ളൂ. എന്തിനാണ് ഈ പ്രഹസനം എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ കുട്ടികളെല്ലാവരും കയറിയിട്ടെങ്കിലും ചെയ്യുക. അത് മഴയത്തും വെയിലത്തും ഈ പറയുന്ന പോലെ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നത് വെറും അസംബന്ധമാണ്, എസ്പെഷ്യലി എയ്ഡഡ് സ്കൂൾസിൻ്റെ കേസിൽ. അപ്പോൾ അവരുടെ മാനേജ്മെന്റിന് കൃത്യമായിട്ട് അവർക്ക് പ്ലാനിങ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ കുട്ടികളിലോട്ട് ഡയറക്റ്റ്ലി എന്തായാലും നടക്കില്ല എന്ന് ഉറപ്പുള്ളതോടുകൂടി ഇൻഡയറക്റ്റ്ലി എങ്കിലും മതം എത്തിക്കുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. അപ്പോൾ നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത്, ഈ ഇരിക്കുന്നവരിൽ തന്നെ നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കുട്ടികളുടെ അടുത്ത്. നിങ്ങൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കുക, ഒരു പ്രശ്നവും അതുകൊണ്ടുണ്ടാവുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മതം തീർച്ചയായിട്ടും സ്കൂളുകളിൽ നിന്ന് മാറ്റേണ്ട സമയം അല്ലെങ്കിൽ അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയാം. എസ്പെഷ്യലി സ്റ്റേറ്റ് സ്കൂൾസും അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾസിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് മാറണം. പിന്നെ പ്രൈവറ്റ് സ്കൂൾസ്, അത് നമുക്ക് എല്ലാം കൂടി ഒരു ദിവസം എന്തായാലും തീർച്ചയായിട്ടും മാറ്റാൻ പറ്റില്ല, സമയമെടുക്കും.